നമസ്കാരം. പേര് അനർത്ഥമാക്കും വിധം ഒരു മനുഷ്യൻ ജീവിതാനുഭവങ്ങളെ നർമ്മത്തിലൂടെ അവതരിപ്പിച്ച മനുഷ്യസ്നേഹി, വേദനകളെ പുഞ്ചിരിയോടെ നേരിട്ട മാതൃക, ജീവിക്കുകയാണോ അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കും വിധം അമ്പരിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച അതുല്യ പ്രതിഭ, ഇന്നസെന്റ് അതിലെല്ലാം ഉണ്ട്. അതായിരുന്നു മലയാളികൾക്ക് ഇന്നസെന്റ്. നിഷ്കളങ്കതയുടെ ആ മുഖം ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം. മലയാളികൾക്ക് ചിരിയും ചിന്തയുമായിരുന്നു ഇന്നസെന്റ്. കഥകൾ ഏറെ ഉണ്ടായിരുന്നു ഇന്നസെന്റിന് പറയാൻ. അതെല്ലാം തന്റെ ജീവിതത്തിലൂടെ സമ്പാദിച്ച അനുഭവ കഥകൾ. കേട്ടിരിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലായിരുന്നു ഇന്നസെന്റ് പറഞ്ഞ കഥകളും ഇന്നസെന്റിനെയും. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ അയാൾ ഇന്നസെന്റ് ആയിരുന്നു. വ്യക്തിപരമായി അടുപ്പമുള്ളവർക്ക് ഇന്നച്ചനും. പരിചയപ്പെട്ടാൽ ഒരിക്കലും ആ മുഖവും നിഷ്കളങ്കതയുടെ ആ ചിരിയും മറക്കില്ല. അതാണ് ഇരിങ്ങാലക്കുടയുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ്. നടൻ എന്ന നിലയിലും മറിച്ചൊന്നുമല്ലായിരുന്നില്ല ഇന്നസെന്റ്. കഥാപാത്രങ്ങളെ ആവാഹിച്ച് അഭിനയത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്നസെന്റ് നടനെന്ന നിലയിൽ എല്ലാ കാലത്തും വിജയമായിരുന്നു. ഹാസ്യനടൻ എന്ന പദവി മാത്രമല്ല, സീരിയസ് കഥാപാത്രങ്ങളും ഇന്നസെന്റിൽ ഭദ്രമായിരുന്നു. അടിച്ചു മോനെ, വാഴയാണെങ്കിൽ എന്താ, വാ തുറന്നു പറഞ്ഞൂടെ, പുറപ്പെട്ടു, വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം, മദ്യവിമുക്തമായ കീടനാശിനി, മത്തങ്ങ തലയ, ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് കെ ജോസഫ്. തോന്നക്കൽ പഞ്ചായത്തിലെ അരിമണി എന്ന് വേണ്ട ഇന്നസെന്റിനെ ഡയലോഗുകളിൽ ഒരെണ്ണമെങ്കിലും ദിവസം പറയാത്ത മലയാളികൾ ഇല്ല. അതായിരുന്നു ഇന്നസെന്റും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളം. ഓർമ്മയുടെ യവനികയിലേക്ക് അദ്ദേഹം യാത്രയായെങ്കിലും ഇന്നും ഇന്നസെന്റ് ജീവൻ കൊടുത്ത കഥാപാത്രങ്ങൾ നിറഞ്ഞാടുകയാണ്. കിട്ടുണ്ണിയും മത്തായിച്ചനും പോഞ്ഞിക്കരയും കെ ജോസഫും ഉണ്ണിത്താനും സ്വാമിനാഥനും തുടങ്ങി ഇന്നസെന്റ് ജീവൻ വെപ്പിച്ച കഥാപാത്രങ്ങൾ അനവധി. രാഷ്ട്രീയത്തിൽ ചുവട് വെച്ചപ്പോഴും ഇന്നസെന്റിന് അടിപതറിയില്ല. കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ മുഖമായ ഇന്നസെന്റിന് ലഭിച്ച ജനപിന്തുണയ്ക്കും അംഗീകാരവും അതിവേഗത്തിലായിരുന്നു. രോഗത്തിന് പോലും ഇന്നസെന്റിന്റെ പുഞ്ചിരിക്ക് മുന്നിൽ പലപ്പോഴും തോറ്റുമടങ്ങേണ്ടി വന്നിട്ടുണ്ട്. കഥാപാത്രങ്ങളിലല്ലാതെ സങ്കടപ്പെട്ട മുഖം ഇന്നസെന്റിൽ കണ്ടിട്ടേയില്ല. വിഷമങ്ങളിൽ മുന്നിൽ പതറാൻ ഇന്നസെന്റിന്റെ ഇച്ഛാശക്തി ഒരുക്കമല്ലായിരുന്നു. ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നസെന്റിന്റെ എഴുത്തുകളിലൂടെ ലോകം വായിച്ചറിഞ്ഞു. ചിരിയും ചിന്തയും അതിൽ നിറഞ്ഞു നിന്നു. ഏത് ചിരിയുടെ മാന്ത്രിക ലോകത്തിലേക്ക് താങ്കൾ മറഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ താങ്കളുടെ കഥാപാത്രങ്ങൾക്കും കഥകൾക്കും എന്നും ജീവൻ ഉണ്ടായിരിക്കും. ഒരായുസ് മുഴുവൻ ചിരിക്കാൻ ബാക്കി വെച്ചാണ് ഒടുവിൽ ഇന്നസെന്റ് യാത്രയായത്. നന്ദി പ്രിയപ്പെട്ട ഇന്നസെന്റ്, നമുക്കായി ഈ ലോകത്ത് ജനിച്ചതിന്, ചിരിപ്പിച്ചതിന്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.